ധവളപത്രം കൊടുത്തു. ധവളപത്രത്തിൽ പെൻഷൻ പ്രായം 2 വർഷം കൂട്ടണം, 58 ആക്കണം എന്നായിരുന്നു ശുപാർശ. എന്നാൽ യുവജനങ്ങളുടെ വലിയ സമരം ഉണ്ടാകും എന്ന് ഭയന്നുകൊണ്ടും സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ എടുത്തുകൊണ്ടും ഈ വർഷം എന്തായാലും 58 വയസ്സാക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇനി വരും വർഷങ്ങളിൽ 5 വർഷമുണ്ട്, ഇനി വരും വർഷങ്ങളിൽ ചെയ്യുമോ എന്നറിയില്ല. കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തി, കുറേ പ്രോജക്റ്റുകളൊക്കെ ചെയ്ത് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ നടത്തുമെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ 58 ആക്കാനുള്ള ശുപാർശ എടുക്കാൻ സാധ്യതയില്ല. DA സംബന്ധിച്ച് കുടിശ്ശികയില്ലാതെ അതെങ്ങനെ ക്രമപ്പെടുത്താൻ പറ്റും? ഇങ്ങനെ കുടിശ്ശിക കൊടുത്ത് പോകുന്നത് ക്രമപ്പെടുത്തുന്നത് എങ്ങനെ? അതുപോലെ തന്നെ 10 വർഷം ആക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച സീരിയസ് ആയി വരുന്നു. ശമ്പള പരിഷ്കരണം 10 വർഷമാക്കുന്നതിനെക്കുറിച്ച് ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടിയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്. DA/DR ഇനത്തിൽ പണമായി നൽകേണ്ടത്. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് ആലോചന. അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ DA-യും DR-ഉം കൊടുത്തു തീർക്കുക. KSEBയെ പൊതുമേഖലയിൽ തന്നെ നിർത്തി വൈദ്യുതോൽപാദനം കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള മാർഗ്ഗരേഖ ബഡ്ജറ്റിലുണ്ടാവും. പക്ഷേ സ്വകാര്യവൽക്കരിക്കുന്നില്ല. ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കണമെന്നാണ്. പക്ഷേ സ്വകാര്യവൽക്കരിക്കത്തില്ല. പക്ഷേ പീസായിട്ടുള്ള ഭാഗങ്ങൾ അതിലെ സ്വകാര്യ മേഖലയ്ക്ക് കൂടി അവസരം കിട്ടുന്ന രീതിയിലായിരിക്കും ബഡ്ജറ്റ് വരുന്നത്. മുൻ സർക്കാർ നീട്ടിവെച്ച അബാധ്യത ഏറ്റെടുത്താൽ വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനാവാതെ പോകും. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷത്തിൽ 6,000 കോടി രൂപ വീതം 2 വർഷം 12,000 കോടി ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. പക്ഷേ എന്നാൽ ഇത് സ്ഥായിയായ ലാഭമല്ല. എന്നാൽ വിരമിച്ചാലും ആനുകൂല്യം നൽകണം, ചെലവ് മാറ്റിവെക്കാൻ മാത്രമേ സർക്കാരിന് സാധിക്കുകയുള്ളൂ. ശമ്പള പരിഷ്കരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 10 വർഷത്തിലൊരിക്കലാക്കാൻ മതി എന്നുള്ള ധവള പത്രത്തിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ സമരം വരുമോ? പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം 10 വർഷമാണ് സമരം ചെയ്യാതെ അവരിയ്ക്കുന്നത്. എന്തൊരാവേശമാണ്! അത് അണ പൊട്ടുന്ന മുല്ലപ്പെരിയാർ ഡാം പോലെ സമരാവേശം മുഴുവൻ അവർ കരുതി വച്ചിരിക്കുകയാണ് പൊട്ടിച്ചെടുക്കാൻ. അവർ വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന് 2 ദിവസം ആവുമ്പോൾ തന്നെ അവർ ബഹളം ഉണ്ടാക്കി, നിയമസഭാ മാർച്ച് നടത്തി വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോൾ എങ്ങനെയും ഒരു സമരത്തിനുള്ള ചാൻസ് കിട്ടുമെങ്കിൽ പൊട്ടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാനീ പറഞ്ഞ പെൻഷൻ പ്രായം കൂട്ടാനുള്ള സാധ്യത കുറവാണ്. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ എന്നുള്ളത് അംഗീകരിച്ചേക്കും. അതേസമയം DA കൃത്യമായിട്ട് DR കൊടുക്കാനുള്ള ഒരു പ്ലാൻ ചിലപ്പോൾ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും. ബഡ്ജറ്റ് അതുപോലെ വൈദ്യുതി മേഖലയെ സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ അതിൻ്റെ പാർട്ടായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൂടി സാധ്യത കൊടുക്കുന്ന ചില തീരുമാനങ്ങൾ ഏതിലുണ്ടാകും? നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചില പ്രോജക്റ്റുകൾ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരാനുള്ള മനോഹരമായ പ്രോജക്റ്റുകൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ബഡ്ജറ്റ് 19-ാം തീയതിയാണ് അവതരിപ്പിക്കുന്നത്. വിസ്മയ ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് കരുതുന്നത്. ബഡ്ജറ്റ് വരട്ടെ, നമുക്ക് കാത്തിരുന്നു കാണാം.